ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇന്ന് ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടിൻ്റെ മാരേജ് റിസപ്ഷൻ ആണ്. സോ അതിന് വേണ്ടിയിട്ട് പോവാൻ ഒരുങ്ങാണ്. അപ്പം ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ ഓർപ്പീനിൻ്റെ ഡ്രസ്സാണ്. സോ ഈ ഒരു ക്യൂട്ട് പിങ്ക് ഡ്രസ്സാണ് കേട്ടോ ഇടുന്നത്. പിന്നെ മേക്കപ്പ് ഒന്നും നൈറ്റായി, മേക്കപ്പ് ഒന്നും വലിയ കാര്യത്തിൽ ഇടുന്നില്ല. പിന്നെ ഒന്ന് കുളിക്കുന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷൊക്കെ ആയി വരാമെന്ന് വിചാരിക്കുന്നു. പിന്നെ മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ എനിക്കെടുത്തൊന്ന് വെക്കണം. നോക്കട്ടെ. എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അപ്പം നമുക്ക് വലിയ കാര്യം ഞാൻ ചെയ്യത്തില്ല, ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ബ്രഷസ് കുറച്ചുകൂടെ എടുക്കാനുണ്ട്. എൻ്റെ വീട്ടിലിരിക്കാൻ എൻ്റെ കുറേ ബ്രഷസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പാക്കറ്റാണ് കേട്ടോ ഉള്ളത്. സോ അത് നമുക്ക് പോയി ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. എന്നിട്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ഞാൻ ഈ ഇയറിങ് പോയി മാറ്റട്ടെ. ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല ഒരു ഇയറിങ് ആണ്, നല്ല ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ഇയറിങ് ആണ്. വലിയ കാശൊന്നുമില്ല, 120 അത്രയും കണ്ട് രൂപയുള്ളൂ. ഇത് ഡെയിലി ഇങ്ങനെ ഇടാനൊക്കെ നല്ല രസമാണ്. പിന്നെ എൻ്റെ ഇത് മാരേജിൻ്റെ സമയത്ത് ഞാനിതുപോലെ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെൻ്റെ ഇത് മിസ്സായി. കരഞ്ഞൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെ കാണാനില്ലായി. അപ്പം അത് ഞാൻ വീണ്ടും ഒരു സ്റ്റഡ് വാങ്ങിയിട്ടുണ്ട്. അപ്പം അത് നോസ്പിൻ ഊരിയിട്ട് ഞാനിത് മാത്രം ഇട്ടിട്ടുണ്ട്. 2-3 ദിവസത്തേക്ക് ഇതിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കൊന്ന് പോയി ഫ്രഷ് ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാം. ഞാൻ ഫേസ് വാഷ് ചെയ്തില്ലേ, ജസ്റ്റ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലൊരു ടിഷ്യൂ എടുത്തിട്ട് നമ്മുടെ ഫേസും ലിപ്പും നെക്കും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാം. എനിക്ക് ഫേഷ്യൽ ഹെയർസ് ഒരുപാടായിട്ടുണ്ട്. എൻ്റെ ഫേഷ്യൽ ഹെയർസ് വളർന്നിട്ടുണ്ട്. അപ്പർ ലിപ്സും ഒക്കെ വളർന്നു. എനിക്കതെല്ലാം ഷേവ് ചെയ്യണം. അപ്പം നെക്സ്റ്റ് വീക്ക് എനിക്കൊരു മാരേജ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ആ മാരേജിന് പോകുന്നതിന് മുന്നേ ത്രെഡൊക്കെ ചെയ്ത് ഫേഷ്യലൊക്കെ ചെയ്ത് സെറ്റ് ആവാമെന്ന്. അപ്പോൾ ഫേഷ്യൽ ചെയ്താൽ പിന്നെ അതിനും കൂടെ ഫേഷ്യൽ ചെയ്താൽ പറ്റത്തില്ലല്ലേ, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഫേസൊക്കെ നന്നായിട്ട് തുടച്ച് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നും ഇട്ടിട്ടില്ല, പൗഡർ അങ്ങോട്ട് ഞാൻ എപ്പോഴും ഇട്ടിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നുമില്ല. സോ വലിയ രീതിയിലുള്ള അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് ടോണർ ഇടാവേ. ടോണർ ഇടാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ സെറ്റാഫിലിൻ്റെ ബ്രൈറ്റനിങ് ടോണർ ഉണ്ടല്ലോ, ഈ ടോണർ ആണെങ്കിൽ തീരാറായി. എൻ്റെ ഇത്രയും കൂടെ ഉള്ളൂ. ഞാൻ പുതിയൊരു ടോണർ മേടിച്ചിട്ടുണ്ട്. നൈക്കിയിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് ഞാനത് കാണിച്ചു തരാം. അതൊരു മിൽക്ക് ടോണർ അങ്ങനെ കണ്ടാണ്. ഓയിലി സ്കിന്ന് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ആക്ച്വലി ടോണർ സ്പ്രേ ചെയ്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ എന്തിനാണ് അവർ ഇങ്ങനൊരു ആപ്ലിക്കേറ്റർ തന്നതെന്ന് എനിക്കറിയില്ല. ഇങ്ങനൊരു ആപ്ലിക്കേറ്ററാണ് കേട്ടോ അവർ തന്നേക്കുന്നത്. ഈ ആപ്ലിക്കേറ്റർ ആണെങ്കിൽ നമ്മൾ ഡാബ് ചെയ്യേണ്ടി വരും സ്കിന്നിൽ. അതുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഡാബ് ചെയ്യേണ്ടി വരും. സോ എനിക്കിത് അത്ര കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയില്ല. ബെറ്റർ ഞാനൊരു സ്പ്രേ ബോട്ടിൽ വാങ്ങിച്ച് അതിനകത്ത് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. സ്പ്രേ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, പിന്നെ നമ്മൾ AC ഇട്ട് മേക്കപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അത് അബ്സോർബ് ചെയ്യാനായിട്ട് പെട്ടെന്ന് പറ്റും. നമ്മളിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുമ്പോഴല്ലോ പെട്ടെന്ന് അബ്സോർബ് ചെയ്തിട്ട് എനിക്ക് തോന്നാറുണ്ട്.
പിന്നെ എൻ്റെ ഫേസിലെ പിമ്പിൾസ് ഒക്കെ കുറഞ്ഞു തുടങ്ങി. നല്ല രീതിക്ക് ഇപ്പം എനിക്ക് പിമ്പിൾസ് ഒക്കെ കുറഞ്ഞു. ആക്ച്വലി എനിക്കിവിടെ ഹോർമോണൽ ആക്നീസ് ഒക്കെ വരുമായിരുന്നു. ഇപ്പം എനിക്കത് നന്നായിട്ട് കുറഞ്ഞു തുടങ്ങി. ഇവിടെ ബ്ലാക്ക് മാർക്കായിരുന്നു, ഇവിടെ ഇത്രയും വലിയൊരു ബ്ലാക്ക് മാർക്കായിരുന്നു. സോ ഇപ്പോൾ അതൊക്കെ മാറി. സോ അത് മാറിയത് നമ്മൾ പണ്ട് നൈക്കിൽ നിന്ന് വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റ് കൊണ്ടിട്ടാണ്. അപ്പോൾ ആ പ്രൊഡക്റ്റും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ പറയാം. എനിക്ക് എഫക്റ്റീവായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് എടുത്ത് വെച്ചിട്ട് ഞാൻ അതിനെപ്പറ്റി പറയാം കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കാം. സോ നെക്സ്റ്റ് നമുക്ക് ഒരു സിറം യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഹൈലറോണിക് ആസിഡ് സിറമാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൈമർ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈലറോണിക് ആസിഡ്, ഓർഡിനറിയുടെ ഹൈലറോണിക് ആസിഡാണ്. ഇത് ഞാൻ കഴിഞ്ഞ ട്രിപ്പ് നൈക്കിൽ നിന്ന് മേടിച്ചാണ്, തീരാറായി കേട്ടോ. നമുക്കിത് കുറച്ചെടുക്കാം, നമുക്ക് അപ്ലൈ ചെയ്യാം. ഫേസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മുടെ ഫേസിൽ വെച്ച് അതൊന്ന് അബ്സോർബ് ആവാൻ എനിക്ക് ഏകദേശം ചിലപ്പോൾ ഒരു 5 മിനിറ്റ്സ് 7 മിനിറ്റ്സ് ഒക്കെ തോന്നുന്നത്. അതായത് ഈ ടോണറിൻ്റെ കേസിൽ, ഈ ടോണർ ആണെങ്കിൽ നമ്മൾ എത്ര കഴിഞ്ഞിട്ടായാലും ഇങ്ങനെ വെറ്റായിട്ട് തന്നെ നമ്മൾ ഫേസിങ് നല്ല വെറ്റായിട്ടിരിക്കും. നമ്മൾ AC ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അബ്സോർബ് ആവുമെന്ന് തോന്നും. ഓക്കെ, പിന്നെ ഞാൻ സീറം ഇട്ടു. ഇനി നമുക്കൊരു പ്രൈമർ യൂസ് ചെയ്യാവേ. സോ ഇതെല്ലാം എൻ്റെ മാരേജിൻ്റെ സമയത്ത് വാങ്ങിയ കുറേ സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ എൻ്റെ പ്രൈമർ നോക്കിയെടുക്കാം. ഓക്കെ, ഇത് ആണ് നമ്മുടെ ഫേസസ് കാനഡയുടെ 3-in-1 പ്രൈമർ. സോ ഈ പ്രൈമർ എൻ്റെ ഹെൽത്തിക്ക് ഞാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ യൂസ് ചെയ്ത ഈ പ്രൈമറാണ്. സോ ഈ പ്രൈമർ തന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അലോവേര എക്സ്ട്രാക്ട് ആൻഡ് നിയാസിനമൈഡാണ്. ഈ ഒരു ഡോട്ടിങ് ഞാൻ എടുത്തിട്ടുള്ളൂ, ഒരു പീ സൈസ്. അലോവേര ഉണ്ടെങ്കിൽ നമുക്ക് അലോവേരയും ഒരു പ്രൈമറായിട്ട് തന്നെ യൂസ് ചെയ്യാം. ആക്ച്വലി എൻ്റെ അലോവേര ഇരിപ്പുണ്ട്, പിന്നെയും ഞാൻ വിചാരിച്ചു ഇത് യൂസ് ചെയ്യും. പിന്നെ നമ്മൾ മോർണിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ടീ സോണ് കണ്ണിൻ്റെ അടിയിൽ വിയർക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രൈമർ നന്നായിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് ഒരു സ്വെറ്റിംഗ് ഒക്കെ കുറച്ച് കിട്ടാൻ പറ്റും. പിന്നെ ഇപ്പം നമ്മളങ്ങനെ വിയർക്കാനൊന്നും പോകുന്നില്ലല്ലോ, രാത്രിയാണ്, പിന്നെ മൺസൂൺ ആയി, നമുക്ക് വിയർക്കത്തൊന്നുമില്ല. നന്നായിട്ട് ഇതൊന്ന് പിടിപ്പിച്ചാൽ മതി. ഓക്കെ, പ്രൈമർ കഴിഞ്ഞു. വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി ഇടാം. എന്തിടുമ്പോഴും നമ്മൾ നെറ്റി മിസ്സാവരുത്. എനിക്ക് എപ്പോഴും നെറ്റി ഒന്ന് മിസ്സാവും. അപ്പോൾ അവിടെ ഒരു വേറെ ഡിസ്കളറേഷൻ പോലെ എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കൺസീലർ. ഇത് എല്ലാവരും യൂസ് ചെയ്യുന്ന മേബ്ലിൻ്റെ കൺസീലറാണ്. ആക്ച്വലി ഇതെനിക്ക് ചെറുതായിട്ടൊന്ന് കേടായിപ്പോയെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഇളകി വരാറായി. അപ്പോൾ അതെനിക്ക് ചെറിയൊരു പ്രശ്നമാണ്. ഞാൻ നോക്കട്ടെ, മാക്സിമം ഇത് ഇതിൻ്റെ വേറെ കൺസീലർ ഇല്ല, ഞാനിപ്പോൾ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ കണ്ടോ, ഇത് കയറി വരും. നോക്കട്ടെ, ഇത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് മൊത്തത്തിൽ പോയി. ഞാൻ ഫൗണ്ടേഷനെയും കാട്ടിലും എപ്പോഴും പ്രിഫർ ചെയ്യുന്ന കൺസീലറാണ്. എനിക്കറിയില്ല എന്താണ്. പിന്നെ ഇതാണ് എൻ്റെ ബ്രഷ്. ഇത് ഏതിൻ്റെ ആയിരുന്നു? ബ്രോൺസൺ, BP ബ്രോൺസൺ എന്ന് പറയുന്ന എൻ്റെ ബ്രഷാണ്. അപ്പം ഇതാണ് ഞാൻ ബ്രഷ്. ഇതാണ് ഞാൻ ഫൗണ്ടേഷനൊക്കെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷ്. അല്ലെങ്കിൽ നമ്മൾ സ്പോഞ്ച് യൂസ് ചെയ്യണം.
അത് യൂസ് ചെയ്താൽ നമ്മൾ ആദ്യം വെറ്റാക്കണം, വെറ്റാക്കിയിട്ട് വേണം അത് യൂസ് ചെയ്യാൻ. പക്ഷെ ഞാൻ വെറ്റാക്കി, സോ സ്റ്റിൽ അവിടെ തന്നെ ഇരിക്കും. ചെയ്തെടുക്കണേ. നമ്മൾ മോയ്സ്ചറൈസ്ഡ് ആണ് ഫേസ് എങ്കിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അതർവൈസ് ഇറ്റ് വിൽ ബി ബിറ്റ് ഹാർഡ്. ഇറ്റ്സ് പ്ലെൻസ്. ഇവിടെ കൂടെ കുറച്ച് വെള്ളം കൂടി കുടിക്കണം കേട്ടോ. വീക്കെൻഡ്സിൽ എനിക്ക് വെള്ളം കുടിയേ ഇല്ല, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ദിവസമാണെങ്കിൽ നന്നായിട്ട് ഞാൻ വെള്ളം കുടിക്കും. ഓക്കെ, അപ്പം ഞാൻ ഇനി ഫൗണ്ടേഷൻ ഒന്നും ഇടുന്നില്ല എന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. ഇനി നമുക്ക് നേരെ ഐ മേക്കപ്പിലേക്ക് പോവാം. സോ ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഐ ഷാഡോ, ഇതിപ്പം മേബ്ലിൻ്റെ ബ്ലഷ്ഡ് ന്യൂഡ്സ് എന്ന് പറഞ്ഞ ഒരു ഐ ഷാഡോ ആണ് കേട്ടോ. ഇത് യൂസ് ചെയ്യുന്ന എൻ്റെ ചേച്ചി എനിക്ക് കൊണ്ട് തന്നെയാണ്. സോ ഇതാണ് ഞാൻ ഐ ഷാഡോ ഇടുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഷെയ്ഡ് എടുക്കുക. എനിക്ക് ഭയങ്കര ബ്ലാക്ക് ഷെയ്ഡ് യൂസ് ചെയ്യുന്നതിന് ഇഷ്ടമല്ല. സോ ഞാൻ ഈ ഒരു ബ്രൗൺ അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗണിൻ്റെ കറക്റ്റ് കളർ എനിക്കറിയില്ല. ഈ ബ്രൗൺ അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ, ഈ രണ്ട് കളറായിരിക്കും ആദ്യമേ നമുക്ക് ഷെയ്ഡിൽ കണ്ണ് മുകളിലിടുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഇടാം. ഐഷാഡോ ഇട്ട്, ഐഷാഡോൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് ഗ്ലിറ്ററിൻ്റെ ഐഷാഡോസ് ആണ്. എനിക്ക് കുറച്ചുകൂടെ വേണ്ടത് ഗ്ലിറ്റർ അല്ലാത്ത ഐഷാഡോസ് ആയിരുന്നു ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്ത്. എന്നാലേ നമുക്കൊരു ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. പക്ഷെ എൻ്റെ എല്ലാം ഗ്ലിറ്ററിങ് ആണ്. സോ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഞാനിത് ഡാസ്ലറിൻ്റെ ഒരു ഐലൈനർ പെൻസിൽ എടുത്തിട്ടുണ്ട്, പെൻ എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഡാസ്ലറിൻ്റെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് മുകളിലൊന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഞാനിത് ഈ പെൻ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് ഡാസ്ലറിൻ്റെ മേടിച്ചത്. സ്ഥിരമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഒരെണ്ണം വാങ്ങിച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ വിങ് ഐലൈനറൊക്കെ എഴുതിയിട്ടുണ്ട്. 2 ചെറിയ വിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല വിങ് എഴുതുന്നതിൽ, അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി. നമുക്ക് ഇതുപോലെ ഡാസ്ലറിൻ്റെ തന്നെ ഐലൈനർ വെച്ചിട്ട് നമുക്ക് താഴെ എഴുതി കൊടുക്കാവേ. ഞാൻ താഴെയും മുകളിലും ഒരുമിച്ച് എഴുതാറില്ല, കുറവാണ്. എൻ്റെ കണ്ണൊരുമാതിരി ഇങ്ങനെ ഉണ്ടായിച്ചിരിക്കും. നമുക്ക് എഴുതി നോക്കാം. ഇതിൻ്റെ ഫേഷ്യൽ ഹെയർസ് ഉണ്ടായതുകൊണ്ട് നമ്മളുടെ ഫേസ് അത്ര നീറ്റ് അല്ല കേട്ടോ കാണാൻ. എപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്താലും ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ. എനിക്ക് പിന്നെ ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും എല്ലാ ആഴ്ചയും ഇങ്ങനെ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ ചെയ്യാനേ വേണം. സെറ്റ് ചെയ്യപ്പെടാൻ കുറച്ച് സമയം കൊടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ലിപ് ലൈനും ചെയ്ത് ഒരു പൊട്ടും വെക്കാം. പിന്നെ നമ്മളുടെ ഇയറിങ്സ് കൊടുത്തിടാം. സോ നമുക്ക് ലിപ് ലൈൻ ചെയ്യാം കേട്ടോ. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ് ലൈനറാണ്. സോ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ലിപ് ലൈൻ ചെയ്യാം. ഫേസ് ഒരുപാട് കുറഞ്ഞു, ഇത്രയും വളർന്ന് ഞാൻ എൻ്റെ ഫേഷ്യൽ ഹെയർസിനെ കണ്ടിട്ടേയിരുന്നു. ഇത് മേബ്ലിൻ്റെ ആണ് സൂപ്പർ സ്റ്റേ.
പക്ഷെ ഞാൻ കുറേ നാളുകൊണ്ട് ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സോ ഇത് ഈ ഡ്രസ്സുമായിട്ട് കുറച്ചുകൂടി മാച്ച് ചെയ്യും. ഇനി നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാവേ. ഇത് കീ ബ്യൂട്ടിയുടെ ബ്ലഷാണ്. സോ ഈ ബ്ലഷ് ഇട്ട് കൊടുക്കാം. ബ്ലഷും ഞാൻ അതുപോലെ ഈ ഒരു കുറച്ചേ എടുക്കുന്നുള്ളൂ, ഇത്രയും പോർഷൻ ഞാൻ എടുക്കുന്നുള്ളേ. ഈ ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഈ ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ബ്രഷിൻ്റെ ഒരു പാർട്ട് യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷനും കൺസീലർ അതൊക്കെ വേണ്ടിയിട്ട്, മറ്റൊരു പാർട്ട് ബ്ലഷൊക്കെ ബ്ലെൻഡ് ചെയ്യാൻ. സോ എടുക്കുക, കുറച്ചെടുക്കുക. ഇത് ലിക്വിഡ് ടിൻറ്റഡ് ബ്ലഷൊക്കെ ഉണ്ടേ, നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഞാൻ അതിൽ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ ഇത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്കിനി വേറെ വാങ്ങിക്കാനൊരു മൂഡില്ല. നമ്മൾ വീട്ടിയുടെ സാധനത്തിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പം എൻ്റെ ബ്ലഷ് ബാക്കിയുണ്ട്. ചിലപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ചധികം ബാക്കിയുണ്ട്. ഇച്ചിയാന്ന് വിചാരിക്കുന്നത്, പക്ഷെ ആവശ്യമുള്ളത് മാത്രം ഉപയോഗിച്ചാൽ പോയി. ആവശ്യമില്ലാത്ത നമുക്ക് അടുത്ത പ്രാവശ്യം ഉപയോഗിക്കാം. ഓക്കെ, ഒരുപാട് ഓവറൊന്നും ആയിട്ടില്ല തോന്നുന്നു. ഞാൻ സെറ്റിംഗ് സ്പ്രേ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് നമുക്കിനി ഒരു കുഞ്ഞു പൊട്ട് വെച്ച് കൊടുക്കാം. പൊട്ടെൻ്റെ കയ്യിൽ എൻ്റെ ഐബ്രോസ് ഒന്നും സെറ്റല്ല, ഹെയർസ് ഒന്നും സെറ്റല്ല. ഇനി നമുക്ക് കമ്മിലിട്ട് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ ഹെയർ സെറ്റാക്കാവേ. ഹെയർ കുറച്ച് ഓയിലിയാണ്. ഞാൻ നല്ല തലയൊക്കെ കുളിച്ചിട്ട് കുറച്ച് ഓയിൽ തേച്ചിട്ടുണ്ട്, കാരണം ഭയങ്കര ഫ്രിസി ആയിട്ട് എനിക്ക് തോന്നി. സോ കുറച്ച് ഓയിലിയാണ്. ചെറുതായിട്ടൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് ഇടാം. ഞാൻ ടൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ജസ്റ്റ് ഓപ്പൺ ഹെയർ പോലെ ഇടാൻ തന്നെയാണ് വിചാരിക്കുന്നത്. സോ നമുക്ക് സ്ട്രെയിറ്റ്നർ എടുക്കാം. ഇതെൻ്റെ പണ്ട് തൊട്ടുള്ള സ്ട്രെയിറ്റ്നറാണ് കേട്ടോ, ഹാവൽസിൻ്റെ. എൻ്റെ ചേച്ചി എനിക്ക് കൊടുത്തത് ആണ്. അടിപൊളി സാധനമാണ്. പിന്നെ എനിക്ക് ആദ്യമൊക്കെ ഈ സ്ട്രെയിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര തലവേദന എടുക്കും. രാവിലെയൊക്കെ സ്ട്രെയിറ്റ് ചെയ്താൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എനിക്ക് നല്ല തലവേദന എടുക്കും. അപ്പം അത്രയ്ക്ക് പ്രശ്നമില്ല, എന്നാലും 2-3 ദിവസമൊക്കെ അടുപ്പിച്ച് സ്ട്രെയിറ്റ് ചെയ്യുവാണെങ്കിൽ എനിക്ക് പാടാം. അപ്പം ഞാൻ കുളിക്കാതെ തന്നെ ഇരിക്കും. കുറച്ച് ദിവസം അങ്ങനെ തന്നെ ഇരിക്കുമല്ലോ, നമുക്ക് പിന്നെ ഒന്നും ചെയ്യേണ്ടി വരത്തില്ല. ഇതൊന്ന് ചൂടാവട്ടെ. ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെ നമ്മുടെ ബാക്ക് ടു ബാഗിലേക്ക് എടുത്ത് വെച്ച് ഈ ബ്രഷിന് കഴുകണം. ഈ സ്പോഞ്ചസ് നമുക്ക് കഴുകണം. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് കഴുകാനുണ്ട്, അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കാം. നാളെ സൺഡേ അല്ലേ, സോ നെക്സ്റ്റ് സൺഡേ നമുക്ക് കല്യാണം ഉണ്ടായതുകൊണ്ട് കഴുകാനുള്ളതെല്ലാം ഞാൻ എടുത്ത് മാറ്റി വെക്കാം. ഐബ്രോസ് ഒന്നും കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് നെക്സ്റ്റ് മാരേജിന് പോകുമ്പോഴത്തേക്ക് ഇതൊക്കെ സെറ്റപ്പ് വെക്കാം. നമുക്കിത് ചെറിയ ചെറിയ സെഷനായിട്ട്, നമുക്ക് ഒരുപാട് സമയമില്ല, കുഞ്ഞു കുഞ്ഞു സെഷനാക്കി എടുത്ത് ചെയ്യാനുള്ള സമയമില്ല. നമുക്ക് ചെറിയ ഓരോരോ സെഷനാക്കി എടുത്ത് ജസ്റ്റ് 185 ആണ് ഞാൻ ഇട്ടേക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്, എന്നാലും ഒരു എണ്ണമെഴുക്കുണ്ട്.
ഈ കമ്മലാണോ? നമുക്ക് കമ്മലിനൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതാണോ? ഇതാണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇത് തന്നെ ഇടാം. ഇനി നമുക്ക് ഇത്തിരി കുങ്കുമം ഇടാവേ. ചെറിയ ബുദ്ധിമുട്ടാണ്. സോ നമുക്ക് ഇച്ചിരി കുങ്കുമം ഇട്ടിട്ട് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കയ്യിലൊരു വാച്ച്. ഇത് മറ്റേ ചോക്ര മിച്ചിൻ്റെ വാച്ചാണ്. ഇതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഹെയർ ഓപ്പൺ ചെയ്തിടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? പോണിറ്റൈൽ കെട്ടി, ബട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല പോണിറ്റൈൽ. സോ ലെറ്റ്സ് റിമൂവ് ദ പോണിറ്റൈൽ. നമുക്ക് ഓപ്പൺ ഹെയർ തന്നെ. Open a hair. Okay, no. ഓക്കെ, അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് അവിടെ ഇടുന്നു. അങ്ങനെ കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് നോക്കിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി. അതായത് എന്റെ ഹെയർ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കോൺഫിഡൻസ് ഇല്ല. എപ്പോഴും ഞാൻ സ്ട്രെയിറ്റ് ഓപ്പൺ ഹെയർ അല്ലേ ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും ഒരു ഹെയർ സ്റ്റൈലും കൂടെ എനിക്ക് ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ട്. നെക്സ്റ്റ് ടൈം കാണാം. അപ്പൊ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഒരു 6:30 ഒക്കെ ആയപ്പോഴേക്കും പോയി. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ഞാനിവിടെ എന്തൊക്കെയോ വളളാനാണ് അലച്ചോണ്ടിരിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.